السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ പാഠം ആരായിരുന്നു മുഅ്മിനീങ്ങൾ, കാഫിരീങ്ങൾ, മുനാഫിഖീങ്ങൾ അല്ലേ? അതായിരുന്നു പാഠം. അതിൽ നമ്മൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? മൂന്ന് വിഭാഗം ജനങ്ങളാണ്. അതിൽ മുഅ്മിനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇനി അതിൻ്റെ കുറച്ച് ഇപ്പോൾ പറയാനുള്ളത് അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അല്ലേ? ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിൻ്റെ നാമം പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോകും. അള്ളാഹുവിൻ്റെ ഓരോ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അത്ഭുതകരമായ ലോകത്തിൻ്റെ വിധാനങ്ങളെക്കുറിച്ചൊക്കെ, അതൊക്കെ റബ്ബിനെയാണല്ലോ അല്ലേ? സൃഷ്ടാവിനെയല്ല നോക്കി പഠിക്കേണ്ടത്, സൃഷ്ടിയെ നോക്കി പഠിക്കണം. അതായത് അള്ളാഹു പടച്ച പല സംഗതികളിൽ നോക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും, അള്ളാഹ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? പടപടാ പേടിച്ചു പോകും, പേടിച്ച് നടുങ്ങിപ്പോകും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാനിന് വർധനവ് ഉണ്ടാകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തീർച്ചയായും അവർ രക്ഷിതാവിൻ്റെ മേൽ ബരമേൽപ്പിച്ചവരാണ്. അള്ളാഹുവിലേക്കാണ് ബരമേൽപ്പിച്ചിട്ടുണ്ട് അവർ. അല്ലദീന യുഖീമൂനസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലദീന യുഖീമൂനസ്സലാത്ത, അവർ നിസ്കാരത്തെ നിലനിർത്തുന്നവരും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതേപോലെ തന്നെ അവരെന്താണ്? അള്ളാഹു നൽകിയ ഒന്നിനെ ഉദാരമായി അവർ ഉപജീവനം നടത്തുന്നവരുമാണ്. അള്ളാഹു നൽകിയ ഒന്നിനെ അവരെന്ത് ചെയ്യുന്നു? ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖൻ, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ, ഹഖൻ, തീർച്ചയായിട്ടും അവർ തന്നെ, ലഹും ദറജാത്തും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് എന്തുണ്ട്? ഉന്നത സ്ഥാനമുണ്ട്. വ മഗ്ഫിറത്തും വരിസുഖും കരീം, അവർക്ക് പാപമോചനമുണ്ട്. അതേപോലെ തന്നെ വരിസുഖും കരീം, അവർക്ക് ഉദാരമായ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? അവർ ഉപജീവനം നടത്തുകയും ചെയ്യുന്നു. നല്ല രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ സുഖസന്തോഷത്തോടു കൂടി അവർ ജീവിക്കുകയും ചെയ്യുന്നു. വൽ കാഫിറൂന, കാഫിരീങ്ങൾ, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, ഷർറുൽ ബരിയ, ശക്തമായ, കാലാകാലം ശക്തമായ ശിക്ഷയേറ്റ് അനുഭവിക്കുന്നവരാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹുൽ അമൽ, അവരുടെ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കില്ല. യദ്ഖുലൂനന്നാറ, അവർ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം അവരെന്തായിരിക്കും? ആ നരകത്തിലായിരിക്കും. ലാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഒരു ഷഫാഅത്തും അവർക്ക് എന്താവില്ല? ഉപകാരം
ലഭിക്കില്ല. വൽ മുനാഫിഖൂന മുനാഫിഖീങ്ങളോ ഫീ ഹഖീഖത്തി മിനൽ കാഫിരീൻ അവർ യഥാർത്ഥത്തിൽ കാഫിരീങ്ങൾ തന്നെയാണ്. വഹും അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ശക്തമായ ശിക്ഷ കൊടുക്കും. മനുഷ്യന്മാർ കൊടുക്കുമ്പോൾ അതിലേറ്റവും ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക അവരായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന തീർച്ചയായിട്ടും മുനാഫിഖീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ നരകത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാണെന്ത് അവരുണ്ടായിരിക്കുക. അപ്പോൾ മുനാഫിഖീങ്ങൾ കാഫിരീങ്ങൾ എന്താണ് മുനാഫിക്കും കാഫിറും എന്നൊക്കെ പറഞ്ഞാൽ? കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പാടെ നിഷേധിച്ച് ജീവിക്കുന്നവർ. അവർക്കും അള്ളാഹു എന്താണ് ശക്തമായ ശിക്ഷ കാലാകാലം നരകത്തിലാണ്. വേറൊരു വിഭാഗം മനുഷ്യരിൽ പറഞ്ഞു അല്ലേ മുനാഫിഖ്. ആ മുനാഫിഖ് എന്നുള്ള ഒരു വിഭാഗന്മാരാണ്. അവർ പുറത്തിങ്ങനെ വലിയ സംഗതിയാണ്, പക്ഷെ ഉള്ളുകൊണ്ട് അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല എന്ത് ചെയ്യുന്നു, ബാക്കി മുഅ്മിനീങ്ങളോടും കൂടി പഴപ്പിക്കാണ്, മറ്റുള്ളവരും കൂടി പഴപ്പിക്കാണ്. അവർ പുറത്തിങ്ങനെ മുസ്ലിമായിട്ട് നടക്കുന്നു, പക്ഷേ ആശയം കൊണ്ട് അതല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഈമാനില്ല. മറ്റുള്ളവരെ വഞ്ചിക്കണം, മറ്റുള്ളവർ തട്ടിപ്പ് നടത്തണം, മറ്റുള്ളവരെങ്കിൽ പഴപ്പിക്കണം. ഈ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന വിഭാഗമുണ്ട് മുനാഫിക്കീങ്ങൾ. ഒരു പക്ഷേ മുസ്ലിമായൊരു നല്ല മനുഷ്യൻ ഇവരുടെ പൊതുപ്രവർത്തനങ്ങളെ കണ്ട് അവരിൽ കൂടിപ്പോകും. അങ്ങനെ അവരുടെ ഈമാൻ കൂടി നഷ്ടപ്പെടും. അതൊക്കെ ഈ മുനാഫിക്കീനെ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം മുനാഫിക്കീങ്ങൾക്ക് അള്ളാഹു വലിയ ശിക്ഷയാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മുനാഫിക്ക്, കാഫിർ, മുഅ്മിൻ ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചും എന്ത് ചെയ്തു അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ഇന്നും എടുത്ത പാഠം കൂടിയും ഒരുമിച്ച് അർത്ഥം വെച്ച് പഠിച്ച് എന്ത് ചെയ്യാം, മക്കളെ എഴുതി പഠിച്ച് വെക്കണം കേട്ടോ, എഴുതി വിട്ടു തരണം. അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞില്ലേ, ആരാണ് മുഅ്മിനി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞില്ലേ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഖൽബ് ഇങ്ങനെ പടഞ്ഞു പോവും. റബ്ബിനെ ഓർത്തുകൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഉറ്റിപ്പോകും. പഠിച്ചവനെ, നീ എത്ര നിഅമത്ത് ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ ആ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ആ നിഅമത്തിന് പകരം നിന്നിലേക്ക് വഴിപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും അഭയവും എല്ലാം നീ നൽകി. പക്ഷേ തിരിച്ചങ്ങോട്ട് നൽകുന്നത് കേവലം ഒരു നിസ്കാരം മാത്രമാണ്. ഇത് മാത്രം ചെയ്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന് ബാധ്യത നിറവേറ്റുന്നത്. പക്ഷേ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ അവനെപ്പോഴും അവൻ്റെ മനസ്സിൽ അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. എപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ട് അവൻ്റെ കണ്ണുനീര് ഓരോ നിസ്കാര സമയങ്ങളിലും ഓരോ ദുആകളിലും അവൻ്റെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്നു. റബ്ബിനെ ഓർത്ത് പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പേടിച്ച് അള്ളാഹ് അത്തരം നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ നിസ്കാരം, ആ തഹജ്ജുദിൻ്റെ സമയമൊക്കെ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുകയാണ്. സുബഹിൻ്റെ കുറച്ച് മുമ്പുള്ള സമയം ഉറങ്ങാൻ എന്തോ ഒരു സുഖമാണ്. സന്തോഷത്തോടു കൂടിയുള്ള ആ ചെറിയ തണുപ്പൊക്കെ ഉണ്ടാകുന്ന ആ സമയം ഉറങ്ങാൻ നല്ല സുഖമാണ്. ആ സമയത്ത് പൊതിച്ചു മൂടി കിടക്കുന്നൊരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിലേക്ക് ഉയർത്തുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് 2 ഇറ്റ് കണ്ണുനീരുറ്റിക്കുമ്പോൾ റബ്ബ് ആ ദുആഇന് ഇജാബത്ത് നൽകും. നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് പ്രയാസങ്ങൾക്കും റബ്ബ് ആ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് വേണ്ടതൊക്കെ നൽകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത്തരം മുഅ്മിനീങ്ങളായി നമുക്ക് മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മൾ എല്ലാം ഉൾപ്പെടുത്തട്ടെ. നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ പരമ്പരകൾ എല്ലാം അല്ലാഹു നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മുനാഫിഖീങ്ങളിലും കാഫിരീങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.